മുംബൈയിലേക്ക് വരുമ്പോൾ എവിടെയൊക്കെ പോകണം, എന്തൊക്കെ കാണണം, എന്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് ചോദിച്ചിട്ട് ഒരുപാട് കമൻറ്റുകൾ വരാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു അതിൽ ഇന്ന് പോകുന്നൊരു സ്ഥലത്തെ പറ്റി പരിചയപ്പെടുത്താം എന്നുള്ളത്. ആദ്യം തന്നെ നമുക്ക് മുംബൈയിലെ ഒരു ലോക്കൽ ട്രെയിൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിച്ചാൽ നല്ലതാണ്. അപ്പോൾ തിരക്കില്ലാത്ത സമയ സന്ദർഭമൊക്കെ നോക്കി കയറുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അങ്ങനെ നമ്മൾ വന്നിട്ടുള്ളത് CSTയിലാണ് കേട്ടോ, അതായത് VT സ്റ്റേഷൻ. അപ്പോൾ ഈ ഒരു സ്റ്റേഷനിലാണ് നമ്മൾ ഇറങ്ങിയിട്ട് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. മെയിനായിട്ട് എല്ലാവരും മുംബൈയിൽ വരുമ്പോൾ കാണുന്നത് ഇതൊക്കെ തന്നെയാണ് അല്ലേ, ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, താജ് മറൈൻ ഡ്രൈവ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെയൊക്കെ അവിടെ നല്ല തിരക്കായിരുന്നു. അതൊക്കെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് പറ്റുമെങ്കിൽ താജിൻ്റെ ഉള്ളിലൊക്കെ പോകാം. ഒരു പ്രാവശ്യമൊക്കെ നമുക്ക് പോകാവുന്നതേ ഉള്ളൂ കേട്ടോ. ഹൈറ്റി ട്രൈ ചെയ്യാൻ പറ്റുവെച്ചാൽ നല്ല അടിപൊളി. അപ്പോൾ അതിനുശേഷം അവിടെ തൊട്ടടുത്ത് തന്നെ നമുക്കൊരു ഷോപ്പിംഗ് ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ കൊളാബ കോസ്വേ ആണ് കേട്ടോ ഏറ്റവും നല്ലത്. അവിടെ അതാണ് നല്ലത്. ട്രെൻഡിങ് ആയിട്ടുള്ള ജ്വല്ലറീസും ഡ്രസ്സും എന്ത് വേണം എല്ലാം നല്ല കിടിലൻ കളക്ഷൻസ് കിട്ടും. പക്ഷേ ബാൻഡ്ര, ലിങ്ക് റോഡും ഹിൽ റോഡൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് റേറ്റ് കൂടുതലാണെന്ന് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ സൈഡിലേക്ക് വരുമ്പോൾ, ഈ ഒരു ഏരിയ കാണാൻ വരുമ്പോൾ ഇവിടെ തന്നെയാണ് നമുക്ക് വരൽ നടക്കുള്ളൂ. നല്ല കിടിലൻ ജ്വല്ലറിയും കാര്യങ്ങളും എല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്, വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഇതുപോലെ ഫ്ലൂട്ടൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യും. അതിനുശേഷം നാട്ടിൽ നിന്നാണ് വരുന്നതെങ്കിൽ ഈ ഒരു സ്ഥലം ട്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് കേരള ഫുഡ് എത്രയായാലും നാട്ടിൽ തന്നെയാണല്ലോ അടിപൊളി. ഇവിടെ നമ്മൾ നല്ല അടിപൊളി കേരള ഫുഡ് കഴിക്കാൻ വന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ അവിടെ ഡൽഹി ദർബാർ, അങ്ങനെ ഒരുപാട് അടിപൊളി റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. പിന്നെ ഇതേ മറൈൻ ഡ്രൈവ് രാത്രി ഒരു 12 മണിയുടെ അവസ്ഥയാണ് ഈ കാണുന്നത്. നല്ല വൈബായിരിക്കും. സോ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ബോംബെയിൽ വരുമ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്യണത് അടിപൊളിയായിരിക്കും.